അതിശക്തമായ സമരം നടക്കുന്നുണ്ട്, പ്രതിഷേധം നടക്കുന്നുണ്ട്, അസാധാരണ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പത്രങ്ങളിൽ എങ്ങനെയാണ് വാർത്തകളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ലിജോ വർഗീസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് പ്രസ് സ്റ്റോപ്പിൽ. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലുള്ള സമരവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. അതിൽ തന്നെ മലയാള മനോരമ അവരുടെ പേര് മലയാള മനോരമ എന്ന അവരുടെ മാസ്റ്റ് ഹെഡ് എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളുടെ ചെരുപ്പുകൾ ചേർത്ത് വെച്ചിട്ടുള്ളൊരു ചിത്രം വെച്ച് അതിന് മുകളിലാണ് ഇന്ന് മലയാള മനോരമ എന്ന പേര് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഹെഡ്ലൈനിലേക്ക് വന്നാൽ ഞങ്ങളുടെ സമയവും വിലപ്പെട്ടത് എന്ന് കേന്ദ്രത്തോട് വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നുള്ളതാണ് മനോരമയുടെ തലക്കെട്ട്. അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഞങ്ങളുടെ സമയം വെറുതെ കളയരുത് എന്ന് ഈ വിഷയം അവതരിപ്പിച്ച അഭിഭാഷകരോട് സുപ്രീം കോടതിയിൽ വെച്ച് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അങ്ങനെയാണ്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നത്. അവൾ തിരികെ വരുമോ ആശങ്കയുടെ കുടുംബം എന്ന ഒരു സബ് ഹെഡ് കൂടിയുണ്ട്. ലാത്തിചാർജിൽ പരിക്കേറ്റ ICUലായ പെൺകുട്ടിയുടെ കുടുംബം പോലീസ് വലയത്തിലാണ് എന്നുള്ള പ്രശ്നം പറഞ്ഞുകൊണ്ട് ആ വാർത്ത കൂടി പറയുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരമെന്ന് CJP-യുടെ 4 ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. പാർലമെന്റ് ഇരുസഭകളും 3-ാം ദിവസവും സ്തംഭിച്ചു. ജന്തർ മന്ദിറിലേക്ക് യുവജനങ്ങളുടെ ഒഴുക്ക് തുടരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മനോരമ ഇന്നത്തെ അവരുടെ ഏതാണ്ട് 1-ാം പേജിൻ്റെ 1/4 ഭാഗവും അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാതൃഭൂമി പറയുന്നത് കേട്ടേ തീരൂ എന്നാണ്. പ്രധാന രാജിയിൽ ഉറച്ച പാറ്റകൾ. സർക്കാർ കേൾക്കാമെന്ന് പറയുന്നു. പ്രധാന രാജി വേണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. ഡൽഹിയിൽ ബുധനാഴ്ച രാത്രിയും സംഘർഷമുണ്ടായ കാര്യം പറയുന്നു. ചെറുപ്പത്തിന് ഒപ്പം നിന്ന് പിന്തുണ നൽകി കേരളം എന്നുള്ളതാണ്. പനമ്പള്ളി നഗറിലും മഹാരാജ് കോളേജിലും കൊച്ചിയിലല്ലാതെ നടന്ന പരിപാടികളെ കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനമാണ്. അത് ചേർത്ത് വെച്ചുകൊണ്ട് നാടുകേട്ട സമരവഴികൾ എന്ന ഒരു പ്രക്ഷേപണവുമായി ബന്ധപ്പെട്ട അതിനെ സിംബോളിക്കലി കൂടി മാതൃഭൂമി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ ഈ CJP സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയ് 15, 16, ജൂൺ 6 എന്ത് സംഭവിച്ചു, ജൂൺ 28 അങ്ങനെ ഡേറ്റുകൾ വെച്ചുകൊണ്ട് ആ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി അവരുടെ ഇന്ന് 1-ാമത്തെ പേജ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാധ്യമത്തിലേക്ക് വന്നാൽ സർക്കാർ ചർച്ചയ്ക്ക് പ്രതിപക്ഷം രാജിക്ക് എന്നാണ്. പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ മറ്റു പത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് അതിലും ഉള്ളത്. അതിൽ പെല്ലറ്റ് ക്രൂരതയും എന്ന ഒരു സബ് ഹെഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ സമരക്കാർക്ക് നേരെ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണവും എന്നാണ്. അതിൽ മുഖത്ത് മുഴുവൻ പെല്ലറ്റ് കൊണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ ഒരു ചെറുപ്പക്കാരൻ്റെ വിദ്യാർത്ഥിയുടെ ചിത്രം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം അവരുടെ 1-ാമത്തെ പേജിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിർഭയം മുന്നോട്ട് എന്നാണ് ദേശാഭിമാനി അവരുടെ 1-ാം പേജ് പറയുന്നത്. യുവജനതയ്ക്ക് മുന്നിൽ അടിപതറി മോദി സർക്കാർ എന്ന് പറയുന്നു. കേൾക്കാൻ സമയമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യം. വാൻചുക്കിനെ സന്ദർശിക്കാൻ എത്തിയവരെ തടഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. നാളെ രാജ്യവ്യാപക പഠിപ്പ് മുടക്കുന്ന SFI പറയുന്നു. ഇന്ന് KSUവിൻ്റെ പഠിപ്പ് മുടക്കാണ്. അങ്ങനെ ആ വാർത്തകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേശാഭിമാനി അവരുടെ 1-ാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ തീവ്രവാദികളല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ് ദീപിക അവരുടെ തലക്കെട്ടാക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഞങ്ങൾക്ക് സമയമില്ല എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇന്ന് 1-ാമത്തെ പേജിൽ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു നറേറ്റീവാണ് ജന്മഭൂമി പറയുന്നത്. അത് പാറ്റ കലാപത്തിൽ ഷഹീൻബാഗ് അക്രമികളുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു. മാധ്യമങ്ങളെ വിലക്കെടുത്തു എന്ന അത്തരത്തിലുള്ള നറേറ്റീവ് വാർത്തകൾ കൂടി ഉണ്ട്. അത് ജന്മഭൂമി അത്തരത്തിലാണ് ആ വാർത്തകളെ ഇന്ന് കൈകാര്യം ചെയ്യുന്നതെന്നത് കൂടി പറഞ്ഞു പോവുകയാണ്. അടുത്തത് മംഗളമാണ്. മംഗളത്തിൽ മറ്റൊരു വാർത്തയാണ് 1-ാമത്തെ തലക്കെട്ടാവുന്നത്. അത് പണക്കാരെ രക്ഷിക്കാനോ പോലീസ് എന്നാണ്. ഡോക്ടർ റാമിൻ്റെ ജാമ്യത്തിൽ ഗൂഢാലോചന തുറന്നുകാട്ടി ഹൈക്കോടതി. DYSP ജോലിയിൽ തുടരാൻ അർഹനല്ല. പ്രതിയിൽ നിന്ന് പാരിതോഷികം വാങ്ങിയെന്ന് സംശയിക്കണം. കീഴടങ്ങാൻ വന്നപ്പോൾ പുറത്തിറങ്ങാൻ പഴുതിട്ട് അറസ്റ്റ് ചെയ്തു. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന സ്ഥിതി. പ്രതി പോയിടത്തെല്ലാം പോലീസ് പോയി ഫുഡടിച്ചു. ഭരണനിർവഹണത്തിലെ പരാജയം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പണക്കാരെ രക്ഷിക്കാനോ പോലീസ് എന്ന് മംഗളം അവരുടെ 1-ാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേരള കൗമുദിയിൽ ആ വാർത്തയുണ്ട്. പോലീസ് പണം പറ്റി ദ്രോഹിക്കുന്നു. നിതിൻ രാജ് കേസ് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്ന് പറഞ്ഞു എന്ന വാർത്തയാണ് അവർ 1-ാമത്തെ പേജിൽ കേരള കൗമുദി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.
അതിനുശേഷം സുപ്രഭാതം പറയുന്നത് ഇതെന്ത് തരം പോലീസ് എന്നാണ് സുപ്രഭാതം അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതും ഇന്നലെ കോടതി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഇതെന്ത് തരം പോലീസ് എന്ന് സുപ്രഭാതം ചോദിക്കുന്നത്. ദേശാഭിമാനി പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തിനാണ് പോലീസ് പ്രതിക്കൊപ്പം ഫുഡ് അടിക്കാനോ ആഭ്യന്തര വകുപ്പിനെ നിർത്തിപ്പൊരിച്ച് കോടതി എന്നുള്ള കാര്യം ദേശാഭിമാനിയും അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നുണ്ട്. വീക്ഷണത്തിലേക്ക് വന്നാൽ വീക്ഷണം പറയുന്നത് കാവിയിലെ കള്ളം വീണ്ടും എന്നാണ്. തൃശൂർ BJPയിൽ കള്ളപ്പണ വിവാദം 25 കോടി രൂപയുടെ ഇടപാടെന്ന വെളിപ്പെടുത്തലുമായി മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി എന്ന വാർത്ത ഉണ്ട്. അത് ഇന്നലെ മുതൽ ഉള്ള വാർത്തയാണ്. ഇന്നത് വീണ്ടും അത്തരമൊരു വാർത്ത നമുക്ക് വീക്ഷണത്തിലും കാണാം. ജനയുഗത്തിലും ആ വാർത്തയുണ്ട്. 25 കോടി കള്ളപ്പണം എത്തിയെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ്. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ഓഫീസ് സെക്രട്ടറി. പണം വന്നതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ജനയുഗം ഒന്നാമത്തെ പേജിൽ ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളം പത്രത്തിൽ 1-2 വാർത്തകൾ കൂടിയുണ്ട്. അതിലൊന്ന് അന്വേഷണ റിപ്പോർട്ട് DGP ആഭ്യന്തര വകുപ്പിന് കൈമാറി എന്നുള്ളതാണ്. ആലപ്പുഴ രക്ഷാപ്രവർത്തനം വിശദീകരണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട ADGP അജിത് കുമാർ നൽകിയ അപേക്ഷ തള്ളി എന്ന കാര്യം കൂടി ചേർത്ത് വെച്ച ആ വാർത്തയുണ്ട്. മറ്റൊന്ന് ഒരു സിക്കിം മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സിക്കിം മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശിക്കായി തെരച്ചിൽ ഊർജിതം. അനീഷ് മോഹൻ എന്ന ആളാണ്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയ 43 വയസ്സുകാരനായ അനീഷിൻ്റെ കാര്യമാണ് അതിൽ പറയുന്നത്. അനീഷിൻ്റെ ഭാര്യ സംഗീതയും ഭാര്യ സഹോദരൻ സനലും സിക്കിമിലെത്തിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ മംഗളത്തിൽ ഒന്നാമത്തെ പേജിൽ തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. സുപ്രഭാതത്തിൽ മറ്റൊരു വാർത്തയുള്ളത് വഖഫ് ബോർഡിന് ഹൈക്കോടതിയുടെ വ്യക്തത, ചുമതലകൾ നിർവഹിക്കാം എന്നുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സമില്ല. താൽക്കാലിക അംഗങ്ങളെ നിയമിക്കാൻ അനുമതി. 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിലവിലുള്ള ബോർഡിനെ തുടരാം. പുനഃസംഘടിപ്പിക്കണമെന്ന് ആവർത്തിച്ച് സർക്കാർ എന്ന വാർത്ത കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഇന്ന് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത മാതൃഭൂമിയിലാണ്. അത് CPM-വുമായി ബന്ധപ്പെട്ടാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച സംസ്ഥാന നേതൃത്വം ഉത്തരവാദി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മഹേഷ് ചന്ദ്രൻ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ആ വാർത്ത ഇന്ന് മാതൃഭൂമിയിലുണ്ട്. അത് സംസ്ഥാന നേതൃത്വം ഉത്തരവാദിയാണെന്ന് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു എന്നുള്ള കാര്യമാണ് മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നുണ്ട്. മനോരമയിലേക്ക് വന്നാൽ മനോരമയിലൊരു വാർത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അത് റാഗിംഗ് തടയാനുള്ള നിയമത്തിന് സിദ്ധാർത്ഥൻ്റെ പേര്. റാഗിംഗ് പരാതികൾ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയുന്നതിന് നിയമം കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂര റാഗിങ്ങിന് ഇരയായതിന് പിന്നാലെ ജീവനൊടുക്കിയ JS സിദ്ധാർത്ഥിൻ്റെ പേരിലായിരിക്കും നിയമം വരിക എന്നുള്ള കാര്യമാണ് മനോരമ അവരുടെ ഒന്നാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായും വിദ്യാർത്ഥികളുമായി ചേർന്ന് നിൽക്കുന്ന വാർത്തകളാണ് മനോരമയുടെ ഒന്നാമത്തെ പേജിൽ ഇന്ന് ഉള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മാതൃഭൂമിയിൽ മറ്റൊരു മാതൃഭൂമിയിലല്ല, അത് കേരള കൗമുദിയിലാണ്. കേരള കൗമുദിയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് ട്വിൻ ടവറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതായത് സുരക്ഷാ ക്ലിയറൻസിൽ കുടുങ്ങി 10 മാസം 394 കുടുംബങ്ങളെ കാത്ത് ട്വിൻ ടവർ എന്നുള്ളൊരു വാർത്തയുണ്ട്. അത് ഇതുവരെയും കുടുംബങ്ങൾക്ക് അവിടെ ഫോർട്ട് കൊച്ചിയിലെ തുരുത്തി ട്വിൻ ടവറിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ 2 എഡിറ്റോറിയലാണ്. അത് ഉത്തരം മുട്ടുമ്പോൾ ഉയരുന്ന ലാത്തികൾ, അത് സുപ്രഭാതത്തിലാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോഴുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഉത്തരം മുട്ടുമ്പോൾ അത് അത്തരത്തിലൊരു നീക്കമാണ്, ലാത്തികൾ കൊണ്ട് നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സുപ്രഭാതം പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ധർമ്മം പ്രധാനമെന്ന് ദീപിക പറയുന്നുണ്ട്. അതിൽ തന്നെ ദീപിക മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴുള്ള ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രതിഷേധം അത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് രാമക്ഷേത്ര കൊള്ള അടക്കമുള്ള വാർത്തകൾ ഇപ്പോൾ മുങ്ങിപ്പോയി. അത് യഥാർത്ഥത്തിൽ CJPയോട് BJP നന്ദി പറയണം എന്നാണ് ദീപിക പറയുന്നത്. അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും അതുകൊണ്ടുണ്ടായ ഒരു ഗുണം ഉത്തർപ്രദേശിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒരു ശമനം ഉണ്ടായി. അത് വിദ്യാർത്ഥി പ്രതിഷേധത്തിലേക്ക് മാറിയതുകൊണ്ട് എന്നുകൂടി ദീപിക പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് CJPയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും അതിനുശേഷം പാർലമെന്റ് സംബന്ധിച്ചത് അടക്കമുള്ള വാർത്തകളാണ് ഏതാണ്ട് എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. മറ്റു വാർത്തകളുമുണ്ട്. തിരികെ സേതുവിലേക്ക്.